ഹലോ നമസ്കാരം, ട്രിവാൻഡ്രം ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ട്രിവാൻഡ്രം ന്യൂസ് എത്തി നിൽക്കുന്നത് ആറ്റുകാൽ ദേവീക്ഷേത്ര സന്നിധിയിലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, 2024 ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന്റെ ഒരുക്കങ്ങളെല്ലാം തന്നെയും പൂർത്തിയായിക്കൊണ്ടേയിരിക്കുകയാണ്. നാടും നഗരവും എല്ലാം ഉണർന്ന ഈ ഒരു ആഘോഷം ഗംഭീരമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളും നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. സ്ത്രീകളുടെ ശബരിമല എന്നാണ് ആറ്റുകാൽ ദേവീക്ഷേത്ര സന്നിധിയെ അറിയപ്പെടുന്നത്. ലക്ഷക്കണക്കിന് സ്ത്രീ ഭക്തജനങ്ങളാണ് കുംഭമാസത്തിലെ പൂരം നാളിൽ ആറ്റുകാൽ ദേവീക്ഷേത്ര സന്നിധിയിലേക്ക് പൊങ്കാല മഹോത്സവത്തിനായി എത്തിച്ചേരുന്നത്. കുംഭമാസത്തിലെ കാർത്തിക നാളിൽ തുടങ്ങിയ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം. ആ ഉത്സവത്തിനു വേണ്ടി തിരുവനന്തപുരം നഗരം ഒന്നടങ്കം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. എന്തൊക്കെയാണ് ആറ്റുകാൽ ദേവീക്ഷേത്ര സന്നിധിയിലെ ഈ പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങൾ എന്ന് നമുക്കൊന്ന് കാണാം. നിരപരാധിയായ തന്റെ ഭർത്താവിനെ അന്യായമായി കൊല കഴിച്ച പാണ്ഡ്യ രാജാവിനെ തന്റെ മുല മുറിച്ചെറിഞ്ഞ് കാളി രൂപം കൊണ്ട് കണ്ണകി വധിക്കുകയുണ്ടായി. ശേഷവും തീർന്നില്ല കണ്ണകിയുടെ ക്രോധം. ആ ക്രോധാഗ്നിയിൽ വെന്തു വെണ്ണീറായത് മധുരാ നഗരമായിരുന്നു. തുടർന്നും ഇങ്ങനെ പോകും സ്ഥിതി എന്ന് മനസ്സിലാക്കിയ മധുര മീനാക്ഷി കണ്ണകിയുടെ സമീപം എത്തുകയും ശാന്തയായി കൊടുങ്ങല്ലൂർ ഭഗവതിയിൽ ലയിക്കുവാൻ ആവശ്യപ്പെടുകയുമായിരുന്നു. ആ കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ മറ്റൊരു ഭാവം തന്നെയാണ് ആറ്റുകാൽ ദേവീക്ഷേത്രത്തിൽ അന്നപൂർണേശ്വരിയായി, ഭദ്രകാളിയായി, അമ്മയായി നിറഞ്ഞു നിൽക്കുന്നത്. ഹൈന്ദവ വിശ്വാസപ്രകാരവും ശാക്തേയ വിശ്വാസപ്രകാരവുമാണ് ആറ്റുകാൽ ദേവീക്ഷേത്രത്തിലെ പൂജാകർമ്മങ്ങളും മറ്റും നടന്നു പോരുന്നത്. ദേവി നീയേ, ധനലക്ഷ്മി നീയേ, ഈരേഴുലകും ക്ഷേമമരുളുമമ്പേ, മർത്യൻ ഞാനേ, തവ ഭൃത്യൻ ഞാനേ, നീയേ കനിവൂ ജീവനാംശമമ്പേ. ആറ്റുകാൽ പ്രദേശത്തെ ഒരു പ്രമുഖ തറവാടായിരുന്നു മുല്ലവീട്ടിൽ തറവാട്. അവിടുത്തെ ഭഗവതി ഭക്തനായ ഒരു കാരണവർ കിള്ളിയാറ്റിൽ കുളിക്കുവാൻ പോയപ്പോൾ ഒരു ബാലിക ആ ആറ് കടത്തിവിടുവാൻ തന്നെ സഹായിക്കുമോ എന്ന് കാരണവരോട് അഭ്യർത്ഥിച്ചു. കാരണവർ ബാലികയെ കിള്ളിയാറ് കടക്കുവാൻ സഹായിക്കുകയും ചെയ്തു. ബാലികയെ വീട്ടിൽ കൊണ്ടുപോയി ആഹാരമൊക്കെ കൊടുത്ത് അവിടെ താമസിപ്പിക്കാനായിരുന്നു കാരണവർ കരുതിയിരുന്നത്. എന്നാൽ അപ്പോൾ തന്നെ ബാലിക അപ്രത്യക്ഷയാവുകയും ചെയ്തു. അന്നേ ദിവസം രാത്രി കാരണവർ ഒരു സ്വപ്നം കണ്ടു. കണ്ണകിയായിരുന്നു സ്വപ്നത്തിലെത്തിയത്. തനിക്കായി കാവിൽ ഒരു ക്ഷേത്രം പണിയണമെന്നായിരുന്നു കണ്ണകി പറഞ്ഞിരുന്നത്. പിറ്റേ ദിവസം കാവിലെത്തി അദ്ദേഹം നോക്കിയപ്പോൾ 3 വരകൾ കാണുവാനും സാധിച്ചു. അവിടെയാണ് പിന്നീട് ആറ്റുകാൽ ദേവീക്ഷേത്രം അദ്ദേഹം പടിന്നുയർത്തിയതും. ദാരിക നിഗ്രഹത്തിന് ശേഷം ക്രോധാകുലയായി വന്ന ഭദ്രകാളിയെ ശാന്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് സ്ത്രീ ഭക്തജനങ്ങൾ പൊങ്കാല നിവേദ്യം സമർപ്പിക്കുന്നത് എന്നൊരു ഐതിഹ്യം കൂടിയുണ്ട് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പിന്നിൽ. 2024 പൊങ്കാല മഹോത്സവം, ആറ്റുകാൽ പൊങ്കാല മഹോത്സവം ഫെബ്രുവരി 25 സ്ത്രീയാണ് സൃഷ്ടിയുടെ മാതാവ് എന്ന സങ്കല്പത്തിൽ അടിയുറച്ചു വിശ്വസിച്ചുകൊണ്ടുള്ള മാതൃഭാവമാണ് ആറ്റുകാൽ ദേവീക്ഷേത്രത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത്. 2024 പൊങ്കാല മഹോത്സവം ഫെബ്രുവരി 25 നടക്കാൻ പോവുകയാണ്. അതിനോടനുബന്ധിച്ച് കുത്തിയോട്ടവും അതുപോലെയുള്ള മറ്റ് ഉത്സവങ്ങളും എല്ലാം തന്നെയും വളരെ ഗംഭീരമാക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് തിരുവനന്തപുരം ഒന്നടങ്കം. പൊങ്കാലയ്ക്ക് മുൻപ് ദേവീക്ഷേത്ര സന്നിധിയിലെത്തി അമ്മയുടെ അനുവാദം ചോദിച്ച് പൊങ്കാല സമർപ്പിക്കുവാനായി ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളെയാണ് തിരുവനന്തപുരത്തേക്ക് ഏവരും ക്ഷണിക്കുന്നത്. എല്ലാവർക്കും മുൻകൂറായി പൊങ്കാല മഹോത്സവ ആശംസകൾ. മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വിശേഷവുമായി ട്രിവാൻഡ്രം ന്യൂസിനൊപ്പം വീണ്ടും കാണാം.